നമസ്കാരം. ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അക്യൂട്ട് ആംഗിളിന്റെ ഉപയോഗം പരിശീലിക്കുന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഒരു യൂണിവേഴ്സൽ ബിവൽ പ്രൊട്രാക്ടറിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക. വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഘടകങ്ങളുടെ വ്യത്യസ്ത അക്യൂട്ട് ആംഗിൾ അളക്കുക. അക്യൂട്ട് ആംഗിൾ സജ്ജീകരണത്തിനായി വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ റീഡ് ചെയ്യുക. ഈ നടപടിക്കാവശ്യമായ ടൂളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റീൽ റൂൾ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ഫയൽസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് സൈസസ്, മാർക്കിംഗ് മീഡിയ, ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ, anvil, surface table, angle plate, vernier height gauge, drill of various sizes, drilling machine, chuck key, small flat chisel, hacksaw blade with frame, vernier bevel protractor, vernier caliper, lubricating oil. നമുക്ക് വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിനെ കുറിച്ച് പഠിക്കാം. 5 മിനിറ്റ്സ് സൂക്ഷ്മതയോടെ ആംഗിളുകൾ അളക്കുന്നതിനുള്ള ഒരു പ്രിസിഷൻ ഉപകരണമാണ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. അതായത് 1/12 ഓഫ് എ ഡിഗ്രി. വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിൽ ഇനി പറയുന്ന ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു: സ്റ്റോക്ക്, ഡിസ്ക്, ഡയൽ, ബ്ലേഡ്, ലോക്കിംഗ് സ്ക്രൂ. സ്റ്റോക്ക് ആംഗിൾ അളക്കുന്നതിൽ സ്റ്റോക്ക് കോണ്ടാക്ട് സർഫസ് നൽകുന്നു. ഡിസ്ക് ഇതിന് ഒരു മെയിൻ സ്കെയിലുണ്ട്. അത് 1 ഡിഗ്രി വീതമുള്ള 360 തുല്യ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവ 0 മുതൽ 90 ഡിഗ്രി അല്ലെങ്കിൽ 0 മുതൽ 180 ഡിഗ്രി വരെയുള്ള അളവുകളിലായിരിക്കും. ഡയൽ ഇത് ഡിസ്കിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. അതിൽ വെർനിയർ സ്കെയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. വെർനിയർ സ്കെയിലിൽ 0-ന്റെ വലത്തോട്ടും ഇടത്തോട്ടും 12 ഡിവിഷനുകൾ വീതമുള്ളതാണ്. വെർനിയർ സ്കെയിലിലെ 12 ഡിവിഷനുകൾ പ്രധാന സ്കെയിലിലെ 23 ഡിവിഷനുകൾക്ക് തുല്യമാണ്. അളവുകൾ വ്യക്തമായി റീഡ് ചെയ്യുവാൻ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിക്കുന്നു. ബ്ലേഡ് അളക്കുന്ന സർഫേസുമായി സമ്പർക്കം പുലർത്തുന്ന പ്രൊട്രാക്ടറിൻ്റെ രണ്ടാമത്തെ കോണ്ടാക്റ്റ് ഉപരിതലമാണ് ബ്ലേഡ്. ലോക്കിംഗ് സ്ക്രൂകൾ ഇതിന് 2 ലോക്കിംഗ് സ്ക്രൂകളുണ്ട്. അതിലൊന്ന് ഡയൽ ലോക്ക് ചെയ്യാനും മറ്റൊന്ന് ബ്ലേഡ് ലോക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നു. വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിൻ്റെ ഏറ്റവും കുറഞ്ഞ കൗണ്ട് ഈക്വൽസ് ടു മെയിൻ സ്കെയിലിലെ 1 ഡിവിഷൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ വെർനിയർ സ്കെയിലിലെ മൊത്തം ഡിവിഷനുകളുടെ എണ്ണം. വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിൻ്റെ ഏറ്റവും കുറഞ്ഞ കൗണ്ട് ഈക്വൽസ് ടു 1 ഡിവൈഡ് ബൈ 12 ഈക്വൽസ് ടു 0.0833 ഡിഗ്രി ഈസ് ഈക്വൽ ടു 5 മിനിറ്റ്സ്. മെയിൻ സ്കെയിലിലെ 0-നും വെർനിയർ സ്കെയിലിലെ 0-നും ഇടയിലുള്ള മുഴുവൻ ഡിഗ്രികളുടെ എണ്ണം ആദ്യം റീഡ് ചെയ്യുക. ഈസ് ഈക്വൽ ടു 41 ഡിഗ്രി. വെർനിയർ സ്കെയിലിലെ മെയിൻ സ്കെയിലിൽ ഡിവിഷനുമായി കൃത്യമായി പൊരുത്തപ്പെടുന്ന ഏതെങ്കിലും ലൈൻ ശ്രദ്ധിക്കുകയും മിനിറ്റ്സിലുള്ള അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുകയും ചെയ്യുക. വെർനിയർ സ്കെയിൽ റീഡിംഗ് എടുക്കാൻ ഏറ്റവും കുറഞ്ഞ സംഖ്യയിൽ ഒത്തുവരുന്ന ഡിവിഷനുകളെ ഗുണിക്കുക. ഉദാഹരണം 10 × 5 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 50 മിനിറ്റ്സ്. അളവുകൾ ലഭിക്കാൻ 2 റീഡിങ്ങുകളും കൂട്ടിച്ചേർത്ത് ഈസ് ഈക്വൽ ടു 41 ഡിഗ്രി 50 മിനിറ്റ്സ്.
നിങ്ങൾ മെയിൻ സ്കെയിലിൽ കൗണ്ടർ ക്ലോക്ക് വൈസിൽ റീഡ് ചെയ്യുകയാണെങ്കിൽ 0 നിന്ന് വെർനിയർ സ്കെയിലും കൗണ്ടർ ക്ലോക്ക് വൈസിൽ റീഡ് ചെയ്യുക. നിങ്ങൾ മെയിൻ സ്കെയിലിൽ ക്ലോക്ക് വൈസിൽ റീഡ് ചെയ്യുകയാണെങ്കിൽ 0 നിന്ന് വെർനിയർ സ്കെയിലും ക്ലോക്ക് വൈസിൽ റീഡ് ചെയ്യുക. വെർനിയർ സ്കെയിൽ റീഡിംഗ് ഇടതുവശത്ത് അമ്പടയാളം സൂചിപ്പിക്കുന്നത് പോലെ എടുക്കുന്നു. ഒബ്റ്റ്യൂസ് ആംഗിൾ മൂല്യം ലഭിക്കുന്നതിന് റീഡിംഗ് മൂല്യം 180 ഡിഗ്രിയിൽ നിന്ന് കുറയ്ക്കുന്നു. റീഡിംഗ് 22 ഡിഗ്രി 30 മിനിറ്റ്സ്. അളവ് 180 ഡിഗ്രി മൈനസ് 22 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 157 ഡിഗ്രി 30 മിനിറ്റ്സ്. ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രൊട്രാക്ടർ വൃത്തിയാക്കുക. ഉപയോഗത്തിന് ശേഷം ഒരു കോട്ട് ഓയിൽ ഉപയോഗിച്ച് സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക. ഒരു ബിവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗിളുകൾ അളക്കുന്നതിനുള്ള മാതൃകകൾ തയ്യാറാക്കാൻ നമുക്ക് ഇപ്പോൾ പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയലിൻ്റെ സൈസ് പരിശോധിക്കുക. എല്ലാ ഫേസുകളും ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് 70 mm × 40 mm സൈസ് മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വെച്ച് വർക്ക് പീസ് വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിവിധ ഗ്രേഡ് ഫയൽ ഉപയോഗിച്ച് അനുബന്ധമായ സൈസുകളിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. മാതൃകകൾ തയ്യാറാക്കുന്നതിനായി മുകളിൽ സൂചിപ്പിച്ച നടപടിക്രമം ഉപയോഗിച്ച് അത്തരം 4 വർക്ക് പീസുകൾ തയ്യാറാക്കുക. വീണ്ടും ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. സർഫേസ് ടേബിളും ആംഗിൾ പ്ലേറ്റും ക്ലീൻ ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ എല്ലാ ചലിക്കുന്ന ഘടകങ്ങളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുക. ഒരു സർഫേസ് ടേബിളിൽ ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്താൽ ജോബ് സപ്പോർട്ട് ചെയ്യുക. നമുക്കിപ്പോൾ മാതൃകകൾ തയ്യാറാക്കാൻ പഠിക്കാം. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്ന് 45 mm, 55 mm അകലങ്ങളിൽ സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. ഫേസ് ബിയിൽ നിന്ന് 20 mm അകലെ ഒരു ലൈൻ അടയാളപ്പെടുത്തുക. ആവശ്യമായ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു സ്ക്രൈബർ, സ്റ്റീൽ റൂൾ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ ലൈനുകൾ വരയ്ക്കുക. ഡോട്ട് പഞ്ച്, ബാൽപീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഒരു ബെഞ്ച് വൈസിൽ ഹാക്സോയിങ്ങിലൂടെ അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. വ്യത്യസ്ത ഗ്രേഡുകളുള്ള ഫയൽസ് ഉപയോഗിച്ച് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു സ്മാൾ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് മാതൃക 1 ഡീബർ ചെയ്യുക. ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ വർക്ക് പീസിൽ പൊസിഷൻ ചെയ്യുക.
ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് പൊരുത്തപ്പെടുന്ന വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ഏറ്റവും കുറഞ്ഞ കൗണ്ട്. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു 63 ഡിഗ്രി പ്ലസ് 3 ഇൻറ്റു 5 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 63 ഡിഗ്രി 15 മിനിറ്റ്സ്. ആവശ്യമായ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു സ്ക്രൈബർ, സ്റ്റീൽ റൂൾ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ ലൈനുകൾ വരയ്ക്കുക. ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഒരു ബെഞ്ച് വൈസിൽ ഹാക്സോയിങ്ങിലൂടെ അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. വ്യത്യസ്ത ഗ്രേഡുകളുള്ള ഫയൽസ് ഉപയോഗിച്ച് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു സ്മാൾ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് മാതൃക 2 ഡീബർ ചെയ്യുക. ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ വർക്ക് പീസിൽ പൊസിഷൻ ചെയ്യുക. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് പൊരുത്തപ്പെടുന്ന വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ഏറ്റവും കുറഞ്ഞ കൗണ്ട്. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു 32 ഡിഗ്രി പ്ലസ് 3 ഇൻറ്റു 5 മിനിറ്റ് ഈസ് ഈക്വൽ ടു 32 ഡിഗ്രി 15 മിനിറ്റ്സ്. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്ന് 17 mm 23 mm അകലങ്ങളിൽ സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. ഫേസ് സിയിൽ നിന്ന് 35 mm അകലെ ഒരു ലൈൻ അടയാളപ്പെടുത്തുക. ആവശ്യമായ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു സ്ക്രൈബർ, സ്റ്റീൽ റൂൾ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ ലൈനുകൾ വരയ്ക്കുക. ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഒരു ബെഞ്ച് വൈസിൽ ഹാക്സോയിങ്ങിലൂടെ അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. വ്യത്യസ്ത ഗ്രേഡുകളുള്ള ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു സ്മാൾ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് മാതൃക 3 ഡീബർ ചെയ്യുക. ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ വർക്ക് പീസിൽ പൊസിഷൻ ചെയ്യുക. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് പൊരുത്തപ്പെടുന്ന വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ഏറ്റവും കുറഞ്ഞ കൗണ്ട്. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു 52 ഡിഗ്രി പ്ലസ് 0 ഇൻറ്റു 5 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 52 ഡിഗ്രി 0 മിനിറ്റ്. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്ന് 25 mm 45 mm അകലങ്ങളിൽ സമാന്തര രേഖകൾ അടയാളപ്പെടുത്തുക. ഫേസ് ബിയിൽ നിന്ന് 10 mm അകലെ ഒരു ലൈൻ അടയാളപ്പെടുത്തുക. ആവശ്യമായ പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു സ്ക്രൈബർ, സ്റ്റീൽ റൂൾ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ ലൈനുകൾ വരയ്ക്കുക. ഡോട്ട് പഞ്ച്, ബാൽപിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ചെയിൻ ഡ്രില്ലിംഗ്, ഹാക്സോയിങ്, ചിപ്പിംഗ് എന്നിവയിലൂടെ അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. വ്യത്യസ്ത ഗ്രേഡുകളുള്ള ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു സ്മാൾ ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് മാതൃക 4 ഡീബർ ചെയ്യുക. ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ വർക്ക് പീസിൽ പൊസിഷൻ ചെയ്യുക.
ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് പൊരുത്തപ്പെടുന്ന വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ഏറ്റവും കുറഞ്ഞ കൗണ്ട്. ആകെ റീഡിംഗ് ഈസ് ഈക്വൽ ടു 87 ഡിഗ്രി പ്ലസ് 6 × 5 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 87 ഡിഗ്രി 30 മിനിറ്റ്സ്. നമ്മൾ പഠിച്ചത് ഒരിക്കൽ കൂടി. ഒരു യൂണിവേഴ്സൽ ബിവൽ പ്രൊട്രാക്ടറിൻ്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക. വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഘടകങ്ങളുടെ വ്യത്യസ്ത അക്യൂട്ട് ആംഗിൾ അളക്കുക. അക്യൂട്ട് ആംഗിൾ സജ്ജീകരണത്തിനായി വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ റീഡ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് അക്യൂട്ട് ആംഗിളിൻ്റെ ഉപയോഗം പരിശീലിക്കുന്ന സെഷനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസുകളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.